ചെറിയ ഉദ്യോഗസ്ഥനെന്നോ വലിയ ഉദ്യോഗസ്ഥനെന്നോ ഇല്ലാതെ അത് എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇത്തരം ഒരു ഓണാഘോഷ പരിപാടി ഇതിനു മുമ്പ് നഗരസഭയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഹാപ്പി ഓണം, ഹാപ്പിയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാർക്കും കൗൺസിലേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ ഓണക്കിറ്റും മേയറുടെ കെയർ പദ്ധതി പ്രകാരം ഓണപ്പുടവയും ഒക്കെ തന്നെ കൊടുക്കും. അതൊന്നും തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ചു ഒന്നും തന്നെയല്ല. എല്ലാവർക്കും സമൃദ്ധിയായ ഓണാശംസകൾ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഓണാഘോഷം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമേളം രാവിലെ തുടങ്ങി, അതുകൂടാതെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മാവേലി എത്തിയിരിക്കുന്നു. പാതാളത്തിൽ നിന്നും എപ്പോഴെത്തി? കുറച്ച് നേരമായി എത്തിയിട്ട്. എവിടെയാണ് വീട്? ഒറിജിനൽ മാവേലിയുടെ വീട് എവിടെയാണ്? വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവാണ്. അതെ. പേരെന്താണ്? ബാലാജി. നല്ലോണം ചേരുന്നുണ്ടല്ലേ? പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റാണ്. പ്രജകളെയൊക്കെ കണ്ടോ? ഓ, കണ്ടു. വളരെ സന്തോഷം. വളരെ സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. ശരി, നേരെ കണ്ടോ? അല്ല, കണ്ടില്ല, കാണാൻ പോവാ. വന്നില്ല, എത്തിയില്ല. അല്ല, കണ്ടില്ല, വന്നിട്ടുണ്ട്. കാണണം. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും സമൃദ്ധിയായ ഓണാശംസകൾ. ഓക്കെ, എന്തായാലും വളരെ നന്ദി. മാവേലിക്കും ഓണാശംസകൾ. ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ ഇതാണ് നഗരസഭയിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ കാഴ്ചകൾ. ചെണ്ടമേളത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിന് പിന്നാലെ കാണിക്കും. നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് വരികയാണ് എങ്കിൽ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പൂക്കളം ഇട്ട് തുടങ്ങിയിരിക്കുന്നു. ഏകദേശം പൂർത്തിയാകാറായി. ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ, നിരവധി കൗൺസിലർമാരും അതുകൂടാതെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടമാണ്. ഇന്നലെ രാത്രിയോടുകൂടി എല്ലാവരും തന്നെ ഈ പൂക്കളത്തിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ വരച്ച് വെച്ചിരുന്നു. എന്തായാലും നഗരസഭയിലെ സൂപ്പർ വുമൺ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഓണാഘോഷം എന്നെല്ലാം തന്നെ ചോദിക്കാം. ഈ നഗരസഭയുടെ, അതായത് വി രാജേഷ് മേയറായതിനു ശേഷമുള്ള ആദ്യ ഓണാഘോഷം കൂടിയാണ്. എങ്ങനെയാണ്? ഹാപ്പിയാണോ? ഹാപ്പി ഓണം, ഹാപ്പിയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ഓണമല്ലേ നമ്മുടെ നഗരസഭ, നമ്മുടെ ഭരണാധികാരത്തിൽ വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു ഓണം. അത് ശരിക്കും നമ്മൾ വളരെ സന്തോഷത്തോടെ തന്നെ ആഘോഷിക്കുകയാണ്. ഗോപൻ ചേട്ടനുണ്ട്. ഗോപൻ ചേട്ടാ, നഗരസഭ പിടിച്ചതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഗംഭീരമാക്കുകയാണ്. മുഴുവൻ ജീവനക്കാരും മുഴുവൻ കൗൺസിലേഴ്സും എല്ലാവരുടെയും ഏറ്റവും വലിയ ആഘോഷമാക്കി ഈ ഓണം മാറ്റുകയാണ്. കാരണം നമ്മളെ ഒരു ശരിക്കുള്ള ഓണാഘോഷം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ, ഏതാണ് ചെറിയ ഉദ്യോഗസ്ഥനെന്നോ വലിയ ഉദ്യോഗസ്ഥനെന്നോ ഇല്ലാതെ അത് എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇത്തരം ഒരു ഓണാഘോഷ പരിപാടി ഇതിനു മുമ്പ് നഗരസഭയിൽ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ബഹുമാനിയായിട്ടുള്ള മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് തീരുമാനമെടുത്തത് തന്നെ എല്ലാവരും ഒരു കുടക്കീഴിൽ വരണം. അവർക്കുള്ള വസ്ത്രങ്ങൾ, അതുപോലെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കഴിക്കാനും, ഒരുമിച്ച് വസ്ത്രം കൊടുക്കാനും, ഒരുമിച്ച് ഒരേപോലുള്ള വസ്ത്രം കൊടുക്കാനും, അവരെ വീടുകളിലേക്ക് കൊണ്ടുപോയി ഓണത്തിന് ആഘോഷിക്കുവാനുള്ള കിറ്റ്, ഓണത്തിന് കൊടുക്കുന്ന കിറ്റ്, അവരുടെ വീടുകളിൽ 5 ദിവസമെങ്കിലും കഴിക്കുവാനുള്ള ആഹാരം കൊടുക്കുവാനുള്ള കിറ്റ് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം വളരെ ഗംഭീരമാണ്. ഇത് ഫ്രണ്ടിലെ കൗൺസിലേഴ്സും ജീവനക്കാരും കൂടി ചേർന്നിടുന്ന അത്തമാണ്. ബാക്കി എല്ലാം അകത്തേക്കുള്ളത് കാണുന്നത് മത്സരമാണ്. ഓരോ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മത്സരമാണ്. എഞ്ചിനീയറിങ്ങും ഹെൽത്തും റവന്യൂ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മത്സര ബുദ്ധിയോടുകൂടി ഇടുകയാണ്. അതിൻ്റെ ജഡ്ജിനെ തീരുമാനിച്ചിട്ടുണ്ട്. ജഡ്ജ് ഉൾപ്പെടെ ഇന്ന് മാർക്കിടാനായിട്ട് വരും. അവർക്ക് പ്രൈസുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഓണാശംസകൾ ചേട്ടാ. ഓക്കെ.
എന്തായാലും ഡെപ്യൂട്ടി മേയറും ഇവിടെയുണ്ട്. ഡെപ്യൂട്ടി മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. BJP നഗരസഭ പിടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണവും ഡെപ്യൂട്ടി മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം എന്താണ് പറയുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഈ ഒത്തൊരുമ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ ജീവനക്കാരെന്നോ കൗൺസിലേഴ്സെന്നോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ നമ്മൾ അത്തമിടുന്നത്. നമുക്കൊരു ആദ്യത്തെ അനുഭവമാണ് കൗൺസിലർ ആയതിനു ശേഷമുള്ള. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. രാവിലെ തന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ രാത്രി കൗൺസിലേഴ്സും ജീവനക്കാരും എല്ലാം തന്നെ രാത്രി ഏകദേശം ഒരു 11:30 വരെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ പൂവൊക്കെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ വന്ന് എല്ലാവരും ഇടുന്ന സന്തോഷത്തിലാണ്. ഓണം നമുക്ക് ഒരുമിച്ച് ജീവനക്കാരും അതുപോലെ കൗൺസിലേഴ്സും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം. അതായത് നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാതെയാണ് ഈ ഓണാഘോഷം എന്നുള്ളൊരു പ്രത്യേകത. അതെ, പ്രത്യേകതയുണ്ട്. അത് നമ്മൾ മേയർ കെയർ പദ്ധതി പ്രകാരം തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാർക്കും കൗൺസിലേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ ഓണക്കിറ്റും മേയറുടെ കെയർ പദ്ധതി പ്രകാരം ഓണപ്പുടവയും ഒക്കെ തന്നെ കൊടുക്കും. അതൊന്നും തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ചിട്ട് ഒന്നും തന്നെയല്ല. ഓണാശംസ. ജീവനക്കാരൊക്കെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ പതിവിലും നമ്മൾ ഇന്നലെ തന്നെ പല സോണൽ ഓഫീസുകളിലും ഓണാഘോഷത്തിനൊക്കെ പോയിരുന്നു. നമ്മൾ ഇതിന് മുന്നും ജനപ്രതിനിധി ആയപ്പോൾ പല സ്ഥലത്തും ഓണാഘോഷത്തിനൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽക്കാലം കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അവരൊരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ വർഷത്തെ ഓണം അവർ ജീവനക്കാരും ഒക്കെ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരു ഓണമാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ. എന്തായാലും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാണ് നഗരസഭയുടെ ഒരു മൂഡ്. ഓണം മൂഡിലാണ് ഉള്ളത്. എല്ലാവരും ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും എല്ലാവരും തന്നെ. മേയർ VV രാജേഷ് ഇതുവരെയും എത്തിയിട്ടില്ല. നേരത്തെ MR ഗോപൻ പറഞ്ഞതുപോലെ വിവിധ വകുപ്പുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പൂക്കളങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് കൗൺസിൽ യോഗം നടക്കുന്ന ആ ഒരു വഴിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് നിലവിൽ നഗരസഭ ഉദ്യോഗസ്ഥരും അതുകൂടാതെ കൗൺസിലർമാരും എല്ലാവരും തന്നെ ഒത്തുചേർന്ന് ഒരുക്കിയ പൂക്കളമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് മധുചേട്ടനാണ്, മുൻ കൗൺസിലറാണ്, മേയറുടെ ഉറ്റ അനുയായിയാണ്. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നു. വളരെ സന്തോഷമാണ്. ഓക്കെ ഇതാണ് പ്രതികരണം. എന്തായാലും വളരെ ആഘോഷമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഓണാഘോഷം. നമുക്ക് മറ്റ് ദൃശ്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അതായത് നഗരസഭയ്ക്ക് ഉള്ളിൽ ഉദ്യോഗസ്ഥരുടെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നിലവിലിപ്പോൾ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കുക. ഏകദേശം പൂക്കളങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ലൈഫ് PMAY പോവർട്ടി എറാഡിക്കേഷൻ സെക്ഷനാണ് നഗരസഭയുടെ. അതിനാണ് പൂക്കളം കൊണ്ട് എന്താണ് പൂക്കളം വെച്ചാൽ ഞങ്ങൾ ഒരു ഭവനം ഒരാൾക്കൊരു ഭവനം കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും പോവർട്ടി ഒരു 50% കൂടുതൽ ആ വീടിന് ദാരിദ്ര്യം മാറിക്കഴിയും. അതാണ് ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മുടെ നഗരസഭയിൽ തന്നെ ഏകദേശം ഒരു 12,000-ഓളം ബെനിഫിഷ്യറീസ് ഉണ്ട്. പുതുതായിട്ട് വീട് കൊടുത്ത് 10,000 പേര് വീട് പണി പൂർത്തീകരിച്ചു. അങ്ങനെ വലിയൊരു അച്ചീവ്മെൻറ്റ്സ് നിൽക്കുകയാണ്. അതാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. കിഷോർ സാറാണ് പ്രതികരിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പൂക്കളങ്ങൾ നിലവിലിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരറ്റമാണിത്. അതായത് മറ്റൊരു പൂക്കളം ഇതാണ്. ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. പൂക്കളങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയാകുന്ന സാഹചര്യമാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഇവരുടെ എല്ലാം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഒരു ശംഖിൻ്റെ ആകൃതിയിലാണ് പൂക്കളത്തിൻ്റെ ആദ്യ തുടക്കം. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വളരെ ആവേശത്തോടു കൂടിയും ആഘോഷത്തോടു കൂടിയുമാണ് ഈ ഒരു ഓണം നിലവിലിപ്പോൾ ഓണാഘോഷം നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച്, അതായത് BJP നഗരസഭയിൽ അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്, ഓണ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷത്തിലാണ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞതുപോലെ തന്നെ അതായത് അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യം ഓണം ആയതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.